കുട്ടിക്കാലത്ത് ഈശ്വര വിശ്വാസിയായിരുന്ന VSന് പിന്നീട് എപ്പോഴാണ് ആ വിശ്വാസം ഇല്ലാതായത്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കഥയായിരുന്നു. അനുഭവങ്ങളുടെ വെളിച്ചത്ത് നിന്നുള്ള ഒരു കഥ. VSും സഹോദരനും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടു കൂടിയായിരുന്നു ആ കുടുംബം കഴിഞ്ഞു പോയത്. അക്കാലത്ത് വസൂരി എന്നത് മാരകമായ ഒരു രോഗമായിരുന്നു. ആർക്കെങ്കിലും വസൂരി രോഗം പിടിപെട്ടാൽ അവരെ ഒരു കുടിലിൽ പാർപ്പിക്കും. ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കൊണ്ടു കൊടുത്താലായി. പിന്നീട് വസൂരി രോഗം വന്ന് മരിക്കുന്നയാളെ ആ കുടിലോടുകൂടി കത്തിച്ചു കളയുന്നതാണ് അന്നത്തെ ഒരു സമ്പ്രദായം. അങ്ങനെ ഒരിക്കൽ VSന്റെ അമ്മയ്ക്കും മാരകമായ വസൂരി രോഗം പിടിപെട്ടു. അമ്മയെ കാണണമെന്ന് കരഞ്ഞ VSനെയും സഹോദരനെയും കൂട്ടി അച്ഛൻ ഒരു പാടവരമ്പത്തേക്ക് നടക്കും. എന്നിട്ട് ദൂരെ ഒരു കുടിൽ കാണിച്ചു കൊടുത്തിട്ട് പറയും, അവിടെ അമ്മയുണ്ടെന്ന്. VS കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകും. ചിലപ്പോൾ അമ്മ തന്നെ നോക്കി കൈ കാണിക്കുന്നുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുറച്ചു നാൾ കഴിഞ്ഞ് VSന്റെ അമ്മ രോഗം മൂർച്ഛിച്ച് യാത്രയായി. VSന്റെ അമ്മയെ ആ കുടിലോടുകൂടി ദഹിപ്പിക്കുകയുണ്ടായി. ആ നാളുകളിലൊക്കെ VS എന്ന ബാലൻ തന്റെ അമ്മയെ തിരികെ തരണമെന്ന് അറിയാവുന്ന ദൈവങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ പോയ ശേഷം അച്ഛനായിരുന്നു VSന് അച്ഛനും അമ്മയും. കാലം കുറച്ചു കഴിഞ്ഞപ്പോൾ VSന്റെ അച്ഛനെ കടുത്ത ജ്വരം പിടിപെടുകയുണ്ടായി. പേടിച്ച് രാത്രിയിൽ ഉറങ്ങാതെ VS സകല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു തന്റെ അച്ഛനെ തിരികെ തരണമെന്ന്. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. VSനെയും സഹോദരനെയും തനിച്ചാക്കി അച്ഛനും വൈകാതെ തന്നെ പോയി. ആ കാലങ്ങളിലൊക്കെ തന്റെ അച്ഛനെ തിരികെ തരണമെന്ന് സകല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ച VS പിന്നീട് ഇങ്ങനെയാണ് പറഞ്ഞത്: അന്നൊന്നും വിളി കേൾക്കാത്ത ദൈവത്തെ ഇനി ഞാൻ വിളിക്കുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹം പാവങ്ങളുടെ സമര നായകനായി മാറി. പ്രിയപ്പെട്ട VS അച്യുതാനന്ദന് ആദരാഞ്ജലി.